ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. നമ്മളിപ്പം കുറേ ഫ്ലവറുകൾ ഈ ചാനലിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇന്നിപ്പോൾ നമ്മൾ സൺഫ്ലവറിൻ്റെ ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനും കുറേ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് മഹാഗണി എന്ന തടിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം അത് എപ്പോഴും പൊളിയാൻ സാധ്യതയുള്ളൊരു തടിയാണ്. അപ്പോൾ അവിടുത്തെ ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. കൊത്തുപണിയെക്കുറിച്ച് പഠിക്കാൻ ഒരാഗ്രഹമുള്ള ഒരാളാണെങ്കിലും കൊത്തുപണിയെക്കുറിച്ച് അറിയാൻ ഒരാഗ്രഹമുള്ള ആളാണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കീച്ചുളിക്ക് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് നമ്മൾ അതിൻ്റെ സൈഡ് കുത്തുമ്പോൾ പൊളിയാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കീച്ചുളിക്ക് അടിച്ചെടുക്കുമ്പോഴത്തേന് സൈഡ് കുത്തുമ്പോൾ അവിടെ പൊളിയാതെ നമുക്ക് കിട്ടും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സെൻറ്റർ അവിടെ നിർത്തിക്കൊണ്ട് ഈ സൈഡ് എതളുകളെല്ലാം പണിത് തീർത്തതെന്നു വെച്ചാൽ നമുക്ക് ഈ 2 പോയിൻറ്റുകൾ കിട്ടും. നമുക്ക് ഈ എതളടിക്കണമെങ്കിൽ ഈ 2 പോയിൻറ്റുകൾ നമുക്ക് കിട്ടും. ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ പോയിൻറ്റുകൾ കിട്ടും. അതാണ് അങ്ങനെ നമ്മൾ ഈ ഉളിക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ എഡ്ജുകളും നമുക്ക് പക്കയായിട്ട് കിട്ടും. മഹാഗണി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കീച്ചുളിക്ക് നമുക്കിങ്ങനെ വേണേൽ ഈ എതളുകൾ വേർതിരിച്ചെടുക്കാം. പക്ഷേ മഹാഗണി ആയതുകൊണ്ട് ചിലപ്പം പൊളിയാനായിട്ട് സാധ്യതയുണ്ട്, പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ആ സ്ട്രെയിറ്റ് ഉളിക്ക് അതങ്ങനെ അടിച്ചെടുത്തത്. ഓക്കെ. ഇതൊരു ഹാഫ് റൗണ്ട് ഉളിയാണ്. ഇതുപോലെ ഈ ബോൾ കുത്തുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഹാഫ് റൗണ്ടാണ്.
ഇങ്ങനത്തെ ഒരു ഉളി ഉണ്ടെങ്കിൽ നമുക്കിത് പക്കയായിട്ട് ഈ ഒരു റൗണ്ട് ബോൾ പോലെ നമുക്കിത് കുത്തിയെടുക്കാൻ പറ്റും. ഓക്കെ. ഫ്രണ്ട്സ്, നമ്മൾ പുറമേയുള്ള എതിളുകളെല്ലാം ആദ്യമേ തന്നെ നമ്മൾ പണിത് തീർത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം കിട്ടാനായിട്ടാണ്. അപ്പം ഈ സെൻറ്റർ നമ്മൾ പണിതിട്ടില്ല. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്നുള്ള പോയിൻറ്റും നമ്മൾ ബാക്ക് പണിത് വന്ന ആ പോയിൻറ്റോട് കൂട്ടി നമുക്ക് ആ എതിളുകൾ വരച്ച് അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ആദ്യമേ വരച്ച പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് സൈഡിൽ നിന്ന് പണിത് ഓരോ ലെയറായിട്ട് നമ്മൾ പണിത് തീർക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഫ്രണ്ട്സ്, ഇതൊരു കോൺ ഉളിയാണ്. ഈ ഉളിയെ കൊണ്ട് നമുക്കിതിൻ്റെ എതളുകളെല്ലാം ഇതുപോലെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഉളി തിരിച്ച് പിടിച്ച് നമുക്ക് ഈ എതളുകളുടെ ഈ കോണായിട്ട് വന്നേക്കുന്ന ഭാഗം അതിൻ്റെ അകം നമുക്കത് ഫിനിഷ് ചെയ്യാനും പറ്റും. അതാണ് ഈ ഉളിയുടെ ഒരു പ്രത്യേകത. കണ്ടോ? ഇതുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ അകം കുത്തി കഴിയുമ്പോൾ അത് നല്ല അതിൻ്റെ അകമെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ തടിയുടെ ഗ്രെയിംസാണ്. ഇത് ഇങ്ങനെ നേരെയാണ് കിടക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഗ്രെയിംസ് നോക്കിയാൽ നമ്മൾ കൊത്തുപണി ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ക്രോസ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ക്രോസ് നമ്മൾ ഗ്രെയിംസിൻ്റെ ക്രോസ് ഇതുപോലെ ചെറിയ വർക്കുകൾ ചെയ്യുമ്പോൾ ക്രോസ് അടിച്ചിട്ടേ നമ്മൾ തിരിച്ചടിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഗ്രെയിംസിൻ്റെ നേരെ ആദ്യമേ അടിച്ചിട്ട് ക്രോസ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് മുഴുവൻ പൊളിഞ്ഞു പോകും. അതേസമയം നമ്മൾ ക്രോസ് അടിച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ ഗ്രെയിംസിൻ്റെ ക്രോസാണ് ഇപ്പം ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ക്രോസ് അടിച്ചിട്ട് നമ്മൾ തിരിച്ച് അടിക്കുമ്പം അത് പൊളിയത്തില്ല. ആ ഒരു കള്ളിയായിട്ടുള്ള ഭാഗം നമുക്ക് പക്കായിട്ട് അത് ചെറിയ ചതുരക്കട്ടകളായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ? അത് പൊളിയാതെ നമുക്ക് പക്കായിട്ട് കിട്ടും. അതിനാണ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാര്യം എന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഇതാണ്, നമ്മൾ ക്രോസ് ആദ്യമേ അടിച്ചിട്ടേ ഉള്ളൂ ഗ്രെയിംസിന് നേരെ ഇതുപോലെ ഉളി വെക്കാവുള്ളൂ. അപ്പോൾ ഈ കട്ടകളെല്ലാം നമുക്ക് പക്കയായിട്ട് കിട്ടും. ഓക്കെ. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു ഫ്ലവറിൻ്റെ പണി തീർത്തിരിക്കുന്നത് ഒരു 8 ഉളി വെച്ചാണ് തീർത്തിരിക്കുന്നത്. 7 എൻ്റെ കയ്യിലിരിക്കുന്ന ഉളിയൊന്ന് 8. ഈ 8 ഉളിയും കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ കീച്ചുളി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് അടിച്ചെടുത്ത് അത് പൊളിയാതിരിക്കാനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ നമ്മൾ ആ കീച്ചുളി അടിച്ച ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തു. അത് ഈ സൈഡ് എടുക്കുമ്പോൾ ക്ലിയറായിട്ട് കിട്ടാനായിട്ട് ആ സൈഡൊന്ന് ഈ ഉളി കൊണ്ടാണ് കുത്തിയെടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഉളിയും കൊണ്ട് ഇതിൻ്റെ സൈഡ് അങ്ങ് കുത്തിയെടുത്തു. ഈ എതളുകൾ വേർവിട്ട് വരാനായിട്ടുള്ള ഭാഗം ഈ ഉളി കൊണ്ടാണ് കുത്തിയെടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പാത്തി ഉളി വെച്ചാണ് നമ്മൾ ഈ എതൾ കുത്തിയത്. ആദ്യം നമ്മൾ ഈ എതൾ കുത്തുമായിരുന്നു ചെയ്തത്. നമ്മളൊരിക്കലും എതൾ വേർപെടുത്തിയിട്ട് നമ്മൾ പാത്തി ഉളി കൊണ്ട് കുത്തരുത്. ആദ്യം പാത്തി ഉളി കൊണ്ട് കുത്തിയിട്ട് ഈ എതൾ ഇതുപോലത്തെ സ്ട്രെയിറ്റ് ഉളി വെച്ച് ഇങ്ങനെ വേർപെടുത്തി എടുക്കുകയോ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ എഡ്ജെല്ലാം നമുക്ക് പക്കായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ഈ ബോൾ പോലെ വരുന്ന ഭാഗം ഈ ഉളിക്കാണ്. ഇത് ഹാഫ് റൗണ്ട് ഉളിയാണ്, പക്ഷേ അതിൻ്റെ 2 സൈഡിൽ മാത്രമേ ഉള്ളൂ ഹാഫ് റൗണ്ട് സൈഡ് മാത്രമേ കയറിയിട്ടുള്ളൂ. ഇച്ചിരി ഉരുട്ടി മുകളിലേക്ക് പോയിട്ട് അത് സൈഡ് കുത്തിപ്പോകാതെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും ആ ഉളിയും കൊണ്ട്. പിന്നെ നമ്മൾ കീച്ചുളി വെച്ചിട്ട് ഈ സൈഡ് ഈ അകം
ഇതെല്ലാം കുത്തിയെടുത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു 8 ഉളി വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ തീർത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ അല്ലെങ്കിൽ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നാളെ നമുക്ക് അടിപൊളി ഒരു വീഡിയോയുമായി അല്ലെങ്കിൽ അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ.